നമുക്കിപ്പോൾ ഈ കിട്ടിയ സംഭവം ഇതാണ്. വെറും 2 സെക്കൻഡിനകത്ത് ഇത്ര ഐറ്റം ചെയ്തത്. അതെ അതെ അതെ. ഞാൻ ടെക്നിക്കലി ഒന്നും പഠിച്ചിട്ടുള്ള ഒരാളല്ല. എഞ്ചിനീയറിംഗ് ഒന്നും പഠിച്ചിട്ടില്ല. ITയോ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം ഒന്നുമില്ല. വെറും സാധാ 10ാം ക്ലാസ്. നമ്മൾ സാധാരണ വർക്ക്ഷോപ്പ് ജീവനക്കാരനാണ്. എല്ലാവരും നമസ്കാരം. ഞാൻ ഏതാണ്ട് ഈ ഒരു സാധനം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചാണ്. മലയാളികൾക്ക് പ്രത്യേകിച്ച് അറിയാവുന്നൊരു സംഭവമാണ്. ഇതിൻ്റെ പേര് കപ്പ് ഹാങ്ങർ എന്നാണ്. കപ്പ് ഹാങ്ങർ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. റബ്ബർ ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. റബ്ബറിൻ്റെ ചിരട്ട ഇട്ട് വെക്കുന്നൊരു സംഭവം. അപ്പോൾ ഇത് നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന ഒരു മിഷൻ, അത് കണ്ടുപിടിച്ച ഒരു ചേട്ടൻ്റെ ഒരു കണ്ടൻ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നത്. അപ്പോൾ ഈ ചേട്ടന് ഏതാണ്ട് നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഇപ്പോൾ ഉണ്ട്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമസ്കാരം ചേട്ടാ. ഞാനേ ആദ്യമേ ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞു. എൻ്റെ പേര് മോഹൻകുമാർ. മോഹൻകുമാർ. എവിടെ സ്ഥലം? അതായത് കൊല്ലം ആയൂർ. ശരിക്കും ആയൂരല്ല, വേങ്ങൂർ എന്ന് പറയാം. ആയൂരിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉള്ളിലോട്ടുള്ള ഒരു ഗ്രാമപ്രദേശമാണ് വേങ്ങൂർ. ഇളമാട്, തേവന്നൂർ, വേങ്ങൂർ ഇതെല്ലാം അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഞാൻ എന്തായാലും ചേട്ടാന്ന് പറയാൻ വിളിക്കുന്നതിനേക്കാളും കൂടുതൽ ഡോക്ടർ എന്നാണ് വിളിക്കുന്നത്. കാരണം ഡോക്ടറേറ്റ് ഉണ്ട്. അതെ, ഡോക്ടറേറ്റ് കിട്ടിയതാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഇതുണ്ടാക്കുന്ന ഒരു മിഷൻ കണ്ടുപിടിച്ചതിനാണ് ചേട്ടന് ഡോക്ടറേറ്റ്. അതായത് ഇതെല്ലാവർക്കും അറിയാമല്ലേ, റബ്ബർ പാലെടുക്കാൻ മരത്തിൽ വെച്ച് കിട്ടുന്ന ചിരട്ട വയ്ക്കാൻ വേണ്ടി വെച്ച് കിട്ടുന്ന ഹോൾഡർ. അതെ, അതിനെ കപ്പ് ഹാങ്ങർ എന്ന് പറയും. പിന്നെ നമ്മൾ നാട്ടിൻപുറത്ത് കൊളുത്ത് കമ്പി എന്നൊക്കെ പറയും. അതെ അതെ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന മെഷീനാണ് ഞാൻ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതിന് പേറ്റന്റിന് ഈ മെഷീൻ പേറ്റന്റിനായിട്ട് കൊടുത്തപ്പോഴത്തേക്ക് ആ മെഷീൻ്റെ കണ്ടുപിടുത്തം പേറ്റന്റിനായിട്ട് കൊടുത്ത പേറ്റന്റ് ഓഫീസിൽ നിന്നാണ് എനിക്ക് അറിയിപ്പ് കിട്ടിയത് ഈ മെഷീൻ ലോകത്തിൽ ഇല്ല എന്നുള്ളത്. ഈ മെഷീൻ ഇതുവരെ ലോകത്തുണ്ടായിട്ടില്ല. ലോകത്തുണ്ടായിട്ടില്ല. ഈ സാധനം കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഇത് ഹാൻഡ്മെയ്ഡാണ്. ഹാൻഡ്മെയ്ഡാണ് എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് എന്ന് പറഞ്ഞാൽ പൈപ്പിനകത്ത് കമ്പി ചുറ്റി പ്ലെയർ വെച്ചൊക്കെയാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലാതെ നമ്മളിത് മെഷീനിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരുപാട് പാടാണോ? മെഷീൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഞാനിപ്പോൾ കണ്ടുപിടിച്ച മെഷീനകത്ത് എന്ന് പറഞ്ഞാൽ വെറും 2 സെക്കൻഡ് മതി ഈ സാധനം ഉണ്ടാക്കാൻ. അതായത് ഈ സാധനം ഉണ്ടാക്കാൻ വെറും 2 സെക്കൻഡ് മതി. അത് ശരി. അപ്പോൾ 1 മണിക്കൂർ നമുക്ക് അതെ ആ 2 സെക്കൻഡ് വെച്ചുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. ഇത് വ്യവസായ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ മെഷീൻ ഉണ്ടാക്കി സപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ശരി. അപ്പം എനിക്ക് തോന്നുന്നു ചേട്ടന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ വെളിയിലും ഈ സാധനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അല്ലേ? അല്ല, വെളിയിലേക്ക് ഇപ്പം പിന്നെ ഇന്ത്യക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് മെഷീൻ ഓർഡർ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു മെഷീൻ ഇവിടെ തയ്യാറായിരിക്കുന്നു. പിന്നെ അതിൻ്റെ വർക്ക് നടക്കുകയാണ്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കും. അതെ അതെ. അപ്പോൾ നമുക്ക് ആ ഒരു മിഷൻ്റെ ഡീറ്റെയിൽസോടെ നമുക്ക് ഈ വീഡിയോയ്ക്ക് പങ്കുവെക്കാമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോവാം. ഓക്കെ. അപ്പോൾ ചേട്ടാ ഇതാണോ മിഷൻ? അതെ, നമ്മൾ ഈ കപ്പ് ഹാങ്ങർ ഉണ്ടാക്കുന്ന മെഷീനാണിത്. ഇതാണ് ഞാൻ കണ്ടുപിടിച്ച മെഷീൻ. ഇതിനകത്തുണ്ട്, നമ്മൾ ആ മിഷനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? അതെ. അതായത് കപ്പ് ഹാങ്ങർ മിഷൻ, മേക്കിംഗ് മിഷൻ, വേൾഡ് ഫസ്റ്റ് ചുരുക്കപ്പേരാണ് CHM മിഷൻ. വേൾഡ് ഫസ്റ്റ് പേറ്റന്റ് ഓഫീസ് സെർച്ച് റിപ്പോർട്ട് എന്നുള്ളതാണ്. അതെ അതെ അതെ. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റബ്ബർ ബോർഡ് അപ്രൂവ്ഡ്. അതെ, എനിക്കിത് പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റബ്ബർ ബോർഡിന്റെ അപ്രൂവൽ ഉണ്ട്. ഈ മെഷീന് അപ്രൂവൽ ഉണ്ട്. അപ്പം നമ്മൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. പ്രേക്ഷകർ കാണുന്ന പ്രേക്ഷകർ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ മിഷൻ ഒന്നും നമ്മുടെ മറ്റ് സാധനങ്ങളൊന്നും ഉപയോഗിച്ചുണ്ട്. ഇതെല്ലാം കൈ ഉപയോഗിച്ച് ഇത് മൊത്തം ഹാൻഡ് മെയ്ഡാണ്. ഈ മെഷീൻ 100% ഹാൻഡ് മെയ്ഡാണ്. ഫുൾ ഹാൻഡ് മെയ്ഡ്. അതെ 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 അതെ. ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നട്ട് ബോൾട്ട്, ബെയറിങ്, സ്പ്രിങ്ങുകൾ, പിന്നെ ഇതിനകത്തൊരു മോട്ടർ, റിഡക്ഷൻ ഗിയർ, ഇത്രയും സാധനങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്ത് നിന്ന് റെഡിമെയ്ഡ് വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം കൈകൊണ്ടുണ്ടാക്കിയാണ്. ഇപ്പോൾ ഈ മെഷീനകത്ത് തന്നെ ഉണ്ട് 39ഓളം കമ്പോണൻസ് ഉണ്ട്. ഇതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയാലും പല കമ്പോണൻസും ഉണ്ട്. അപ്പോൾ ഇത്രയും കമ്പോണൻസ് വർക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായി വരണമെങ്കിൽ കമ്പി ലോഡ് ചെയ്യുന്നു, പിന്നെ അതിനെ കട്ട് ചെയ്യുന്നു, പിന്നെ അതിനെ താഴോട്ട് കൊണ്ടുവരുന്നു, പിന്നെ മടക്കുന്നു, തിരിക്കുന്നു, അങ്ങനെ 17 പ്രോസസ്സ് കഴിയുമ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം. അതായത് നമ്മൾ ഈ ചിരട്ട തൂക്കിയിടുന്ന ഈ സംഭവത്തിന് നമ്മൾ മിഷനിൽ ഉണ്ടാക്കുമ്പോൾ 17 ഘട്ടങ്ങൾ കഴിയുമ്പോഴാണ് ഇതുപോലൊരു സാധനം അതിനകത്ത് ഫോം ആവുന്നത്. അപ്പോൾ ഈ 17 ഘട്ടങ്ങൾ കഴിയാൻ മെഷീനകത്ത് 2 സെക്കൻഡ് ഡ്യൂറേഷൻ, 2 സെക്കൻഡിൽ മെഷീൻ ഇതുപോലൊരു സാധനം ഉണ്ടാക്കിയെടുക്കാം. അതായത് നമ്മൾ കൈകൊണ്ട് ചെയ്യുമ്പോൾ മിനിമം എങ്ങനെയായാലും ഒരു 10-15 മിനിറ്റ് എടുക്കുന്ന ഒരു സംഭവമാണ്. അതെ, കൈകൊണ്ട് എടുക്കുമ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മളൊരു 10 ഉണ്ടാക്കിയ 10 രീതിയായിരിക്കും, 10 ഷേപ്പൊക്കെ ആയിരിക്കും അത് വരുന്നത്. ഇതുപോലുള്ള ഇതെല്ലാം ഒരേ ഷേപ്പ്. അതെ അതെ, ഒരേ ഷേപ്പ്. അത് മാത്രമല്ല ഇതിൻ്റെ ഈ കെട്ട് ഇപ്പോൾ ഇതുപോലെ ഒരിക്കലും ഇത്രയൊക്കെ മുറുക്കി നമുക്ക് കൈകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബലം. അതെ. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്ക് കൊണ്ടുപോകുന്ന മെഷീനകത്ത് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് കുറച്ചുകൂടെ ഹെവിയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പിന്നെ 12 ഗേജ് കമ്പി, 12 ഗേജ് കമ്പിയിലാണ് പിന്നെ അതാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അതായത് 2.5 mm. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ കൊടുക്കുന്ന മെഷീൻ എന്ന് പറഞ്ഞാൽ 3 mm കമ്പിയാണ്. അതായത് ഇതിൽ നിന്ന് കനം കൂടിയ ഇരുമ്പ് കമ്പിയാണ് 3 mm. അതായത് 10 ഗേജിൻ്റെ കമ്പിയിട്ടാണ് അവർ അവിടെ അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള മെഷീനാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. ശരിക്കും സ്പെഷ്യൽ ഒരു മെഷീനാണ്. അപ്പോൾ കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള മെഷീനാണത്. അപ്പോൾ ഇതെങ്ങനെ ചേട്ടാ പ്രവർത്തിക്കുന്നതെന്ന് കാണിക്കാം.
അപ്പോൾ നമ്മൾ ആദ്യം ഇതിനകത്ത് ഇപ്പം കമ്പി ഇപ്പോൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നേ ഉള്ളൂ. കമ്പി വലിയ 100 കിലോ 60 കിലോ എന്നുള്ള രീതിയിലാണ് കമ്പി വാങ്ങിക്കാൻ കിട്ടുന്ന വലിയ റോള്. അപ്പോൾ അതിന് പ്രത്യേക ഒരു സ്പൂളുണ്ട്. അതിനകത്ത് ഇട്ടിട്ടാണ് കമ്പിയുടെ ഒരു എൻഡ് നമ്മൾ തയ്യൽ മെഷീനകത്ത് നൂല് കുരുക്കുന്ന മതി. ആദ്യം മെഷീനകത്ത് ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് നമുക്ക് കൈകൊണ്ട് ചെയ്യാം. അതെ, ആദ്യം നമ്മൾ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. ഈ കമ്പി മെഷീനകത്ത് ഒന്ന് ലോഡ് ചെയ്യുക, എന്നാൽ കൈകൊണ്ട് ഇതിനകത്ത് ഇത് മെഷീനകത്ത് ഒന്ന് കണക്ട് ചെയ്യുക. അത്രേ ഉള്ളൂ നമ്മുടെ ജോലി. പിന്നെ ബാക്കി പ്രോസസ്സുകളെല്ലാം മെഷീനാണ് ചെയ്യുന്നത്. വെറും 2 സെക്കൻഡ്. ആശയം എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പം മുതലേ ഞാൻ ടെക്നിക്കലി ഒന്നും പഠിച്ചിട്ടുള്ള ഒരാളല്ല. എഞ്ചിനീയറിംഗ് ഒന്നും പഠിച്ചിട്ടില്ല. എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം ഒന്നുമില്ല. വെറും സാധാ 10ാം ക്ലാസ്. നമ്മൾ സാധാരണ വർക്ക്ഷോപ്പ് ജീവനക്കാരനാണ്. അതെ, അതാണ് അതിന്റെ ഒരു പ്രത്യേകത അല്ലേ. സാധാരണപ്പെട്ട ഒരാളാണ്. അതായത് ഇതിനെപ്പറ്റി വലിയ ഗഹനമായ പഠിത്തമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞാനിത് എങ്ങും പോയി ആരോടെ ഒന്നും പഠിച്ചിട്ടുമില്ല. പോലെ ഓരോന്ന് പിന്നെ ചെറുപ്പം മുതലേ ഓരോരോ സാധനങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ടെക്നിക്ക് എന്താണെന്നുള്ളതൊക്കെ ഞാനിങ്ങനെ ഓരോന്ന് നോക്കാറുണ്ട്, അത് ശ്രദ്ധിക്കാറുണ്ട് ചില സംഭവം. അപ്പോൾ അങ്ങനെ ഓരോന്നും. അപ്പോൾ അത് ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ചെറിയ ചില സാധനങ്ങൾ, ഇപ്പോൾ നമ്മുടെ സേഫ്റ്റി പിന്ന് ഇങ്ങനെയൊക്കെയുള്ള സാധനം, അതിൻ്റെ മെക്കാനിസം ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ്. അപ്പോൾ ഇതെല്ലാം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെറുപ്പം മുതലേ എനിക്ക് ഈ ടെക്നിക്കൽ സംഭവത്തോട് വലിയൊരു ഇതാണ്, ഒരു ക്രൈസാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എനിക്കൊരു ഷോപ്പുണ്ട്. പിന്നെ ഒരു ഷോപ്പ് തുടങ്ങി. അത് ക്യാമറ റിപ്പയറിങ്ങിന്. ക്യാമറയാണ് നമ്മുടെ മെയിനായിട്ടുള്ള റിപ്പയറിങ് ഐറ്റം. അത് പ്രൊഫഷണൽ ക്യാമറകൾ. അപ്പോൾ അതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ പല പാർട്സുകളും ഇതിനകത്ത് ഡാമേജ് വന്നു കഴിഞ്ഞാൽ, മെക്കാനിക്കൽ പാർട്സുകൾ ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് വാങ്ങിക്കാൻ കിട്ടത്തില്ല. അപ്പോൾ ആ ഡാമേജ് വന്ന സാധനങ്ങളെല്ലാം ഞാൻ അതുപോലെ ഉണ്ടാക്കിയിടും. ആ ഉണ്ടാക്കിയിടുന്ന സാധനം പിന്നെ ഡാമേജ് ആവത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് എന്നെ ഈ ടെക്നിക്കൽ ഫീൽഡിലോട്ട് അടുപ്പിച്ച ഘടകങ്ങൾ കൊണ്ടുവരാൻ. അതെ. എന്തായാലും ഇത് വല്ലാത്തൊരു കണ്ടുപിടുത്തം. പിന്നെ ഈ മെഷീൻ്റെ കണ്ടുപിടുത്തത്തിന് എന്നെ പ്രേരിപ്പിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത്, ആയുള്ള ഒരു സുഹൃത്ത്, അതായത് പുള്ളി ഇതിൻ്റെ ഡീലറാണ്. പിന്നെ കുര്യൻ എന്ന് പറയും, യുണൈറ്റഡ് കെമിക്കൽസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം നടത്തുന്നത്. അദ്ദേഹം വർഷങ്ങൾ കൊണ്ട് എന്നോട് പറഞ്ഞ്, ഈ മോഹന ഇതുവരെ ഇങ്ങനൊരു സാധനം ഉണ്ടാക്കാൻ ഇതുവരെ മെഷീൻ എന്ന് കണ്ടുപിടിച്ചിട്ടില്ല, മോഹനൊന്ന് ശ്രമിച്ചു നോക്കും, മോഹൻ വിചാരിച്ച് നടക്കും, അതായത് എന്നൊക്കെ പറഞ്ഞ പുള്ളി എന്നെ ഇതിനകത്തോട്ട് അങ്ങ് ശരിക്കും അങ്ങ് ചാടിച്ചാന്ന് തുടങ്ങി. പൂർണ്ണ വിശ്വാസമുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ എന്തോ ഒരു പുള്ളിയുടെ ഒരു വിശ്വാസത്തിലായിരിക്കണം. അപ്പോൾ ഞാൻ നോക്കിയിട്ടെന്ന് പറഞ്ഞാൽ ഇതൊരു നിസ്സാരപ്പെട്ട സംഭവമായിട്ടുള്ളതല്ല. കാരണം ഇതിനകത്ത് ഇത്രയും പ്രോസസ്സ് ആക്കാൻ വേണ്ടി ഒരു മെഷീൻ ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി തലവേദന പിടിച്ചുള്ള ഒരു സംഭവം. അതും ഇതുപോലൊരു മിഷൻ മറ്റ് യന്ത്രങ്ങളുടെ ഒന്നും സഹായം ഇല്ലാതെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് വലിയ പാടാണ്. അതെ, അതുകൊണ്ടാണല്ലോ ചേട്ടൻ ഇതിനകത്ത് ഡോക്ടറേറ്റ്. അതെ, ഈ ഒരു മെഷീന്റെ കണ്ടുപിടുത്തത്തിനാണ് എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയത്. എന്തായാലും നമ്മളെ മലയാളികളൊക്കെ അറിയേണ്ട ഒരു വ്യക്തിത്വം. കാരണം ITI വിദ്യാഭ്യാസമോ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസമോ ഒന്നും പൂർത്തിയാക്കാതെ സാധാരണപ്പെട്ടൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് കണ്ടുപിടിച്ചൊരു മിഷൻ. ആ മിഷൻ ലോകത്തെങ്ങും ഇല്ല. ഈ മിഷൻ ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. ഈ മിഷൻ ഉണ്ടാക്കിയതുകൊണ്ട് അദ്ദേഹത്തിന് അതിനകത്ത് ഡോക്ടറേറ്റ് വരെ കൊടുത്തു. നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റബ്ബർ ബോർഡ് അംഗീകരിച്ച മിഷനാണ്. രാഷ്ട്രപതി അദ്ദേഹത്തിന് അവാർഡും കിട്ടിയിട്ടുണ്ട്. പിന്നെ നിരവധി അവാർഡ് കിട്ടി. നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രാദേശികമായിട്ട് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇപ്പോൾ ഏഷ്യ ഇന്ത്യ ഗ്രാസ് റൂട്ട് ഇന്നോവേഷൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം മലേഷ്യയിലുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇന്ത്യയിൽ 7 പേരെ തിരഞ്ഞെടുത്തതിൽ ഒരാളാവാൻ കഴിഞ്ഞു. അപ്പോൾ അതിൽ മലേഷ്യയിൽ 14 രാജ്യങ്ങൾ ചേരുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ 14 രാജ്യങ്ങൾ എൻ്റെ ഈ മെഷീൻ്റെ കണ്ടുപിടുത്തത്തെ അംഗീകരിച്ചു. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലായി ലോകത്ത് ഈ ഒരു സാധനം ഇല്ല എന്നുള്ളത് എനിക്ക് നേരിട്ട് മനസ്സിലായി. വേങ്ങൂർ എന്ന് പറഞ്ഞ ഈ ഒരു കൊച്ചു ഗ്രാമത്തിലെ ഒരു പച്ച മലയാളി അദ്ദേഹമാണ് ഒരു ഇൻവെൻറ്റർ. ഒരു മിഷൻ കണ്ടുപിടിച്ച, ലോകത്ത് ഇത്തരത്തിലൊരു മിഷൻ ഇല്ല. ആ ഒരു മിഷൻ കണ്ടുപിടിച്ച് അതിന് പേറ്റൻറ്റും ലഭിച്ച് അദ്ദേഹം ഒരു ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. അപ്പോൾ എല്ലാവരും ഇദ്ദേഹത്തെ പോലെ ഉള്ള ആൾക്കാരെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരാണ് മലയാളിക്ക് ഒരു പ്രചോദനമാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചേട്ടൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇദ്ദേഹം ഒരു പുലിയല്ല, പൊപ്പുലിയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഒന്ന് ഓർത്ത് വെച്ചോ. ഇദ്ദേഹം ഇനി നാളെ അറിയപ്പെടുന്ന വലിയ മനുഷ്യനായി മാറും. അപ്പം എന്തായാലും അദ്ദേഹത്തിന് വലിയ ആശംസകൾ, വലിയ അഭിനന്ദനങ്ങളുണ്ട്. ഇദ്ദേഹത്തെ പോലെ മനുഷ്യന്മാർ, മലയാളികളായിട്ടുള്ള ആളുകളെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ പങ്കുവെക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ.